ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല, ഈ കൃഷിഭൂമി തരിശായി കിടക്കുന്നത് ഒരു ശാപമല്ലേ? ആർക്ക് ശാപം? കുറച്ച് കൃഷിഭൂമി ഞങ്ങൾക്ക് പാട്ടത്തിന് തരുവാണെങ്കിൽ. ഞാൻ ആർക്കും പാട്ടത്തിനും കൊടുക്കുന്നില്ല, വിലയ്ക്കും കൊടുക്കുന്നില്ല. ഓക്കെയോ? എങ്ങനെയുണ്ട്? സിറ്റിന്ന് ഇത്രയടുത്ത് ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാ വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തൊരു രസാ, ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ എത്തിയ പോലെ. ഈ കാണുന്ന പാലം ഏതാണെന്നറിയോ? ഇതാണ് കിരീടം പാലം. നമ്മുടെ ലാലേട്ടന്റെ സിനിമയില്ലേ കിരീടം, അതിലെ പ്രധാനപ്പെട്ടൊരു സീൻ ഷൂട്ട് ചെയ്തത് ഈ പാലത്തില്. അതെ, പിന്നെ കിരീടം പാലം എന്നാ ഇതിനറിയപ്പെടുന്നത്. ഇപ്പൊ ടൂറിസം വകുപ്പ് ഏറ്റെടുത്തിരിക്കുക. കണ്ടില്ലേ, എന്തൊക്കെയോ വലിയ പദ്ധതികൾ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെയാണോ നമ്മൾ കൃഷി തുടങ്ങാൻ പോകുന്നത്? ഉദ്ദേശം ഇവിടെയാ. പക്ഷേ ഭൂമി നമ്മുടെ സ്വന്തമല്ലല്ലോ. അതിനൊരാളെ കണ്ടുപിടിക്കണം. ഇവിടെ ആവുമ്പോ കാർഷിക സർവകലാശാലയുണ്ട്. നിത്യേന പുതിയ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ കൃഷിക്ക് വലിയ സഹായമായിരിക്കും. ചേട്ടാ ഒന്നിക്കോ ചേട്ടാ, ഇവിടെ ഈ ഭാർഗവൻ എന്ന് പറയുന്ന ഒരാളില്ലേ, നമ്മുടെ മേലേതിൽ ഭാർഗവൻ. ഉണ്ട്. എന്താ? അല്ല, ഞങ്ങൾക്ക് അങ്ങോട്ടൊന്ന് പോവാനാ. ഒന്ന് വഴി അങ്ങോട്ടേക്ക് പറഞ്ഞുതരാൻ പറ്റുമോ? നിങ്ങൾ എവിടെന്നാ? ഞങ്ങള് സിറ്റിന്നാ. അവിടെ എന്തിനാ പോകുന്നേ? അദ്ദേഹത്തിനെ കാണേണ്ട ഒരു ആവശ്യമുണ്ട്. ചോദിച്ചോണ്ട് വിഷമവും തോന്നരുത് കേട്ടോ. അവിടെ സാധാരണ അങ്ങനെ ആരും പോവാറില്ല. അത് നമ്മുടെ ഭാർഗവ നിലയോ അല്ല? ഭാർഗവ നിലയോ? ഞങ്ങള് നാട്ടുകാരങ്ങനെ പറയുന്നേ. ആ വീട്ടിലേക്ക് അങ്ങനെ ആരും പോവാറില്ല. ആ വീടിന്റെ പുറത്തേക്ക് ആരും കാണാറുമില്ല. ഈ രണ്ടാമത്തെ വളവ് കഴിഞ്ഞ് നേരെ ചെന്ന ഭാർഗവ നിലയത്തിലേക്കാ. താങ്ക്സ്. പിന്നെ സൂക്ഷിച്ചു കയറി ചെല്ലണം. ആൾപെരുമാറ്റം ഇല്ലാത്ത വീടാ. സൂക്ഷിച്ചു പോണേ. ഭാർഗവി നിലയം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് ഭാർഗവ നിലയം അല്ല. ഇതെന്താ ആളുകളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നേ? എനിക്കറിയില്ല. ഈ കരയില് ഏറ്റവും കൂടുതൽ കൃഷിഭൂമി ഉള്ളത് ഈ പറയുന്ന മേലേതിൽ ഭാർഗവൻ എന്ന് പറയുന്ന ആളിന്. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. വാ, കേറ്. നടന്നാ മതിയായിരുന്നു. അല്ലെങ്കിൽ കവി മനസ്സ് ചിലപ്പോ വേദനിച്ചാലോ. കേറ്. അവര് പറഞ്ഞത് ശരിയാ. ഇവിടെ ആളാനൊക്കൊന്നുമില്ലല്ലോ. നോക്കാം, വാ.
ഒരനക്കവുമില്ലല്ലോ. ഒന്നുകൂടി നോക്ക്, ചിലപ്പോ കിടക്കുമായിരിക്കും. ആരാ? എന്റെ പേര് ഹരി. ഇത് നിത്യ, എന്റെ ഭാര്യ. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞങ്ങൾക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. അല്ല, ഒന്ന് ഇരുന്ന് സംസാരിക്കുവാണെങ്കിൽ. ഞാൻ ഇരിക്കണോ വേണ്ടയോ നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഞങ്ങള് മുമ്പ് പാലക്കാടായിരുന്നു. അതിനെനിക്കെന്താ? ഞങ്ങളവിടെ കൃഷിയാണ് ചെയ്തോണ്ടിരുന്നത്. നല്ല കാര്യം. ഇപ്പൊ ഇവിടെ സിറ്റിയിൽ താമസമായിട്ട് കുറച്ചു നാളായി. വീണ്ടും കൃഷിയിലേക്ക് ഇറങ്ങിയാലോ എന്നൊരു ആലോചന വന്നു. അപ്പോഴാ ഇവിടെ ഒന്ന് തിരക്കിയത്. ഈ വെള്ളയാണിയിൽ ഏറ്റവും കൂടുതൽ കൃഷിഭൂമി ഉള്ളത് സാറിനാണെന്ന് പറഞ്ഞു. എനിക്കുള്ള കൃഷിയൊന്നുമില്ല. അല്ല, ഈ കൃഷിഭൂമി തരിശായി കിടക്കുന്നത് ഒരു ശാപമല്ലേ? ആർക്ക് ശാപം? കുറച്ച് കൃഷിഭൂമി ഞങ്ങൾക്ക് പാട്ടത്തിന് തരുവാണെങ്കിൽ. ഞാൻ ആർക്കും പാട്ടത്തിനും കൊടുക്കുന്നില്ല, വിലയ്ക്കും കൊടുക്കുന്നില്ല. ഓക്കെയോ? നീ എവിടെയാണേ? ഇതുവരെ ഇങ്ങോട്ട് എഴുതുള്ളതായില്ലേ? വരില്ലാന്നോ? പിന്നെ ഞാനിവിടെ എന്തോ ചെയ്യാനാ? ഒരു ചായ പോലും ഇതുവരെ കുടിച്ചിട്ടില്ല. അവളുടെ ഒരു അമ്പലത്തിൽ പോക്ക്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നീ എപ്പോ വരാനാ? ഒരു ചായ പോലും കുടിക്കാതെ മനുഷ്യരോട് തലറിയിരിക്കുക. നീ എന്തോണോ ചെയ്തോ? ഇക്കാലത്ത് ജോലിക്കാരോടൊന്നും പറയാനും പറ്റില്ല. നമ്മൾ അവര് പറയുന്നത് ഇങ്ങോട്ട് കേട്ടോളാം. നാശങ്ങള്. ഇനിയിപ്പോ ഒരു ചായ കുടിക്കണമെങ്കിൽ ഇനിയിപ്പോ എന്ത് ചെയ്യും? ചായ ഞാനിട്ട് തരട്ടെ? വേണ്ട വേണ്ട. മധുര നൊമ്പരക്കാറ്റ്